ഗെറ്റ് സ്റ്റൈൽ വിത്ത് പാലക്കാരൻ. എൻ്റെ പേര് ഗോകുൽ. നമ്മുടെ ചാനലിലേക്ക് ആരെങ്കിലും പുതുതായിട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തുക. അപ്പം ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ടാൽ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആണ്. ബ്യൂട്ടി വീഡിയോ ഒന്നുമല്ല, ഒരു ഹെൽത്ത് ബേസ്ഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് എനിക്ക് നല്ല പനിയും ചുമയും ജലദോഷവും ഒക്കെ ആയിരുന്നു. ഈ ജലദോഷമൊക്കെ അങ്ങ് പോയി മെഡിസിൻസൊക്കെ എടുത്തപ്പോഴത്തേക്കിന്. പക്ഷെ ചുമ പിന്നെയും നല്ല കുത്തിയുള്ള ചുമയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഒറ്റമൂലി കഴിച്ചു. അതായത് അമ്മ ഉണ്ടാക്കിയതാണ്, ഒരു കഷായം ആണ് കഴിച്ചത്. അപ്പോൾ അതൊരു 2-3 ഔൺസ് എടുത്തപ്പോൾ തന്നെ ചുമ പിടിച്ചു കെട്ടിയ പോലെ അങ്ങ് നിന്നു. കാരണം രാത്രിയിലൊക്കെ നല്ല ചുമയാണ്. അപ്പോൾ ആ കഷായമാണ് നിങ്ങൾക്കായിട്ട് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി ഞാനല്ല ഉണ്ടാക്കുന്നത്, എൻ്റെ അമ്മയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് കഷായം ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ കഷായം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടുന്നത് പനിക്കൂർക്കയിലയാണ്. ഏതാണ്ട് ഒരു 9 ഇല പനിക്കൂർക്കയില വേണം. പിന്നെ അത്ര തന്നെ തുളസി ഇല, പിന്നെ 1 സ്പൂൺ കുരുമുളക് പൊടി, തേന്, പിന്നെ 1/2 ലിറ്ററോളം വെള്ളം. അപ്പം ആദ്യം ഇതുപോലൊരു ചെരുവത്തിലേക്ക് 1/2 ലിറ്റർ വെള്ളം നമ്മൾ അങ്ങോട്ട് ഒഴിക്കുകയാണ്. ആ വെള്ളത്തിലേക്ക് നമ്മൾ പനിക്കൂർക്കയില ഇട്ട് കൊടുക്കും. പിന്നീട് തുളസി ഇല ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം കുരുമുളക് പൊടി ഇടുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് തിളയ്ക്കണം. ഏതാണ്ട് ഒരു 10 മിനിറ്റോളം തിളച്ച് വറ്റി കഴിയുമ്പോൾ വേണം നമ്മളിതിനെ ഫിൽറ്റർ ചെയ്തെടുക്കാം. ഇത് കുറച്ചിങ്ങനെ തിളച്ച് വരുമ്പോഴത്തേക്കിനും നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ആ കുരുമുളക് പൊടിയൊക്കെ നന്നായിട്ട് വെള്ളത്തിൽ മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിൻ്റെ പ്യൂരി നന്നായിട്ട് വെള്ളത്തിൽ ഇറങ്ങുകയും വേണം. ഇനി നമ്മൾ ഇത് സിമ്മിലേക്ക് മാറ്റണം. കാരണം അതിനകത്ത് കിടന്ന് വേണം വറ്റാൻ. അതിപ്പോൾ അതിൻ്റെ ഫുൾ പ്യൂരിയും അതിനകത്ത് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ സിമ്മിലേക്ക് അത് മാറ്റണം. എന്നിട്ട് കുറച്ച് നേരം അങ്ങനെ തിളക്കണ്ട. ഈ ഒരു നിറം വരുന്നത് വരെ നമ്മൾ നന്നായിട്ട് തിളപ്പിക്കണം. എന്നിട്ട് ഇതിന് ശേഷം നമുക്ക് ഇത് ഫിൽറ്റർ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഒരാൾക്കുള്ളതാണ് ഇപ്പോൾ എടുക്കുന്നത്. ഏതാണ്ട് ഇത്രയും മതിയാവും ഒരാൾക്ക്. ഇനി ഒരു 4-5 തുള്ളി തേൻ ഒഴിക്കുകയാണ്. ഒരു പ്രാവശ്യത്തേക്ക് ഒരാൾക്ക് ഏതാണ്ട് ഈ ഒരു എമൗണ്ട് മതിയായിരിക്കും. അപ്പോൾ നമ്മുടെ കഷായം റെഡി ആയിട്ടുണ്ട് കുടിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഒരു ചെറു ചൂടിൽ വേണം കുടിക്കാൻ. ചൂടോടെ എടുത്തങ്ങ് കുടിക്കരുത്. പിന്നെ ഇത്രയും മതിയാവും ഒരാൾക്ക്. ഈ കഷായം ട്രൈ ചെയ്ത് നോക്കണം. കാരണം വളരെ ഇഫക്റ്റീവാണ്. വളരെ നല്ല റിസൾട്ട് കാണിക്കുന്ന ഒരു കഷായമാണിത്. ഒറ്റമൂലിയാണിത്. ഒരു രീതിയിലുള്ള സൈഡ് എഫക്ട്സും ഇതിനില്ല. അപ്പോൾ ഇനിയും മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. അതുവരേക്കും ദിസ് ഈസ് ഗോകുൽദാസ് സൈനിങ് ഓഫ് ഫ്രം ഗെറ്റ് സ്റ്റൈൽ വിത്ത് പാലക്കാട്.